എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചെറിയ മക്കളിലെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക് അവരിങ്ങനെ നല്ലപോലെ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് ഒക്കെ കുടിച്ചു കഴിയുമ്പോഴത്തേക്കും അവർക്ക് നന്നായി വയറ് ചാടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? എനിക്ക് തോന്നുന്നു ഏകദേശം 60% കുഞ്ഞുങ്ങൾക്കും ഈ വയറ് ചാടൽ പരിപാടിയുണ്ട്. ചില കുഞ്ഞുങ്ങള് നല്ല ഗുണ്ടുമൊക്കെ ആയിട്ട് നല്ല പൊണ്ണത്തടിയൊക്കെ ആയിട്ട് അങ്ങനെയാവുന്ന പിള്ളേരുമുണ്ട്. അപ്പം ഈ തടി എല്ലാ പാരൻസിനും പ്രശ്നമല്ലെങ്കിലും നമ്മുടെ ഈ വയറ്, ഈ ഒരു കുടുക്കം വയറ് എന്നൊക്കെ പറയുന്ന ആ വയറ് നമ്മൾ അമ്മമാർക്കൊക്കെ കുറച്ചൊരു വിഷമമായിരിക്കും, ഇതെന്താ വയറ് എങ്ങനെ നിൽക്കുന്നതെന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ എങ്ങനെ ഈ കുഞ്ഞുങ്ങളുടെ ഈ ചെറിയ മക്കളെ, അതായത് ഇപ്പം ഞാൻ എൻ്റെ മോൻ്റെ വയറ് കളഞ്ഞിട്ടുണ്ട്, അത് എൻ്റെ മോനിപ്പോൾ 2 വയസ്സായിട്ടുള്ളൂ. അപ്പൊ എങ്ങനെയാണ് ഈ കുഞ്ഞു മക്കളുടെ വയറ് നമുക്ക് വളരെ എളുപ്പത്തിൽ കളയാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോസ് വരുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് തന്നെ ഞാൻ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളെ എൻ്റെ മോൻ്റെ വയറ് എന്ന് പറയുന്നത് അവന് നല്ല വിശപ്പുള്ളൊരു കുട്ടിയായിരുന്നു ജാൻ. അപ്പൊ അവൻ നന്നായി ബ്രസ്റ്റ് മിൽക്ക് കുടിക്കുമായിരുന്നു. ബ്രസ്റ്റ് മിൽക്കും അവനെ തികയാണ്ട് വന്നിട്ട്, എനിക്ക് നല്ല ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടായിരുന്നു, പക്ഷെ എന്നിട്ടും അവനത് തികയില്ലായിരുന്നു. കൂടുതൽ അവനെന്ത് വേണം, നമ്മുടെ ഫോർമുലയും കൂടെ കൊടുക്കേണ്ടി വന്നു, കാരണം വിശപ്പ് മാറുന്നില്ല. അങ്ങനെ ഈ ഫോർമുലയും പിന്നെ എന്താ പറയാ ബ്രസ്റ്റ് മിൽക്കും പിന്നെ 6 മാസം കഴിയുമ്പോൾ ഇവൻ ഭയങ്കര ദാഹമാണ്, നന്നായി വെള്ളം കുടിക്കുന്ന ഒരു കൊച്ചാണ് ഇവൻ. രാത്രി കിടക്കുമ്പോൾ കൂടെ ഉറക്കത്തിൽ കൂടെ വേണമെങ്കിൽ അവൻ വെള്ളം ചോദിക്കും. അങ്ങനെ വെള്ളം 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 എന്ന് ചിന്തിക്കുന്ന ഒരുത്തനവൻ. അപ്പൊ അങ്ങനെ ഈ വെള്ളം 6 മാസം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങി. ഈ വെള്ളം എല്ലാം കുടിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കുണ്ട് എന്താണ് വയറ്. ഈ വയറ് ഇവൻ ഈ നന്നായി ഫോർമുല മിൽക്കും ഈ ബ്രസ്റ്റ് മിൽക്കും കുടിക്കുമ്പോൾ തൊട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യ സമയത്തൊക്കെ കരുതി ഇത് കമന്ന് കിടക്കുമ്പോൾ ഒക്കെ പൊക്കോളും. പക്ഷെ എനിക്ക് ഈ വയറൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു വയറും, ഇവന് കുഞ്ഞു വയറല്ല, കുറച്ച് നന്നായിട്ട് വയറുണ്ടായിരുന്നു. ശരിക്കും ഈ മാവേലീന്റെ പോലെയൊക്കെ വയറായിരുന്നു. അപ്പൊ എനിക്ക് ഈ വയറൊക്കെ ഇഷ്ടം. കുഞ്ഞുങ്ങൾ കുറച്ച് തടിച്ചിരിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്ക് മെലിഞ്ഞ പിള്ളേരെക്കാളും എനിക്ക് കുറച്ച് ഗുണ്ടുമണികളായിട്ടുള്ള പിള്ളേരെയാണ് എനിക്കിഷ്ടം. സോ എന്നോട് ഇങ്ങനെ എല്ലാവരും ഇവന് വയറാണല്ലോ, അല്ലെങ്കിൽ നല്ല ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത്, എന്താ ഇങ്ങനെ ഉരുണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് പറയും. എനിക്കതൊരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം എനിക്ക് വേണ്ടുന്ന ഒരു ഉരുണ്ട കുഞ്ഞിനായിരുന്നു. നല്ല തക്കുട് പോലെ ഉരുണ്ട് കൊഴുത്തിരിക്കുന്ന പിള്ളേരെ എനിക്ക് ഇഷ്ടമുള്ളൂ. നമുക്ക് എടുത്തു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പക്ഷെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ ചായം ചെയ്യുന്നതുകൊണ്ട് എനിക്കതൊരു വലിയ പ്രശ്നമല്ലായിരുന്നു. കാഴ്ചയിൽ ഉരുണ്ട പിള്ളേരായിരുന്നു വേണ്ടത്. അപ്പൊ ഈ വയറ് ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പൊ ഞാൻ കരുതി കുറച്ച് നമ്മൾ ആദ്യം കരുതും പിള്ളേർ കമലാൻ തുടങ്ങുമ്പോൾ ഒക്കെ വയറ് പോകും. പക്ഷെ കമലാൻ തുടങ്ങിയിട്ടൊന്നും ജാന്റെ വയറ് പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായി, അത് കഴിഞ്ഞ് പിന്നെ ഇവര് എണീറ്റ് നടക്കാനായി, അവന് ഓടി ചാടാനായി, എന്നിട്ടൊന്നും വയറിനൊരു മാറ്റമില്ല. ഇവിടെ വന്നപ്പം നല്ല കംപ്ലീറ്റ് കളിയാണ്, പക്ഷെ എന്നാലും അവന്റെ വയറിന് മാറ്റമൊന്നുമില്ല. അപ്പൊ എന്താ ഈ വയറിങ്ങനെ നിൽക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ, എനിക്ക് വേറെ കുഴപ്പങ്ങൾ, ഞാൻ പറഞ്ഞില്ല എനിക്ക് വേറെ വയറുള്ളതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഉള്ള ഒരേ ഒരു പ്രശ്നം, ഞാൻ നോക്കിയിട്ട് ഡ്രസ്സ് ഒന്നും അങ്ങ് ഫിറ്റ് ആവുന്നില്ല. അതായത് അവന്റെ ബോഡിക്കുള്ളതിനനുസരിച്ചുള്ള ഒരു ഡ്രസ്സ് നമ്മൾ വാങ്ങിയാലും ഫ്രണ്ടിൽ ബട്ടണൊക്കെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഈ വയറിങ്ങനെ തള്ളി നിൽക്കുന്നു. അതൊക്കെ ഇങ്ങനെ ബട്ടണൊക്കെ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പൊ ഇതെങ്ങനെ, അപ്പം പിന്നെ ഞാനത് അതവന്റെ വയറ് കുറയ്ക്കണം എന്നുള്ള ചിന്തയിൽ ഞാൻ പോയിട്ടില്ല. എനിക്കങ്ങനെ വയറ് കുറയ്ക്കണം എന്നും ഉണ്ടായിരുന്നില്ല. അത് എപ്പോഴൊക്കെ പിള്ളേർ ഓടുമ്പോൾ ചാടുമ്പോൾ ഒക്കെ പൊക്കോളും എന്ന് ചിന്തിച്ചിട്ടുണ്ട്. കാരണം എനിക്കതൊരു എക്സാമ്പിൾ ഉണ്ട്. ഞങ്ങൾ ഇവിടെ തന്നെ ഒരു കൊച്ചുണ്ടായിരുന്നേ, അവന് ഒരു LKG UKG അല്ല, LKG UKG അല്ല, അവനൊരു എനിക്ക് തോന്നുന്നൊരു 3rd സ്റ്റാൻഡേർഡിൽ അങ്ങോട്ട് പഠിക്കുന്നവനാ. നല്ല തടിയും ഉണ്ട്, നല്ല വയറും ഉണ്ട് അവൻ സ്കൂളിൽ. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ നന്നായി കളിക്കാൻ തുടങ്ങി, നല്ല ഫുട്ബോളൊക്കെ കളിക്കാൻ തുടങ്ങി. പിന്നെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അവൻ ആദ്യം നാട്ടിലായിരുന്നു. അപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് വണ്ണം വെച്ചത്. അപ്പൊ ഇവിടുത്തെ സ്കൂളിങ് സ്റ്റാർട്ട് ചെയ്തു. ഇവിടുത്തെ സ്കൂളിങ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ രാവിലെ പോലുള്ള സ്കൂളിൽ പോക്കും പിന്നെ ചെറുതായിട്ടുള്ള ഭക്ഷണത്തിലുള്ള കൺട്രോളിങ്ങും എല്ലാം കൂടി ആയിട്ട് അതങ്ങ് മെലിഞ്ഞ് കളിക്കാൻ തുടങ്ങിയപ്പോഴേ മെലിഞ്ഞ് ഇവിടുന്ന് അവനിപ്പോ പോയി, ഇവിടുന്ന് ഉണങ്ങി അങ്ങനെ മെലിഞ്ഞ് വയറൊന്നും ഇല്ലാത്ത കൊച്ചായിട്ട് അത് ഇവിടുന്ന് പോയത്. അപ്പൊ എനിക്കത് അങ്ങനെ തന്നെ എനിക്ക് സമാധാനമുണ്ട്. കാരണം വെച്ചാൽ തടി വെക്കുമ്പോൾ തടി വെക്കണേ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് ഉരുണ്ട് കൊഴുത്തിരിക്കുന്നല്ലേ നമുക്ക് കാണാൻ ഇഷ്ടം, അതല്ലേ നമുക്ക് സന്തോഷം. അല്ലാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് മെലിഞ്ഞൊക്കെ ഇരിക്കുന്ന പിള്ളേരും, ഭക്ഷണം കഴിച്ചാലും മെലിഞ്ഞിരിക്കുന്ന പിള്ളേരുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് ശരീരത്ത് കുറച്ച് കാണുന്നതാണ് നമുക്ക് കുറച്ച് ആരോഗ്യം അല്ലേ നമുക്ക് കുറച്ച് സന്തോഷം. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ ഞാൻ ഇവന്റെ വയറിനെ ഞാൻ ബോധേഡ് ആയിരുന്നില്ല. ഈ ഡ്രസ്സ് ഒന്നും ഫിറ്റ് ആവുന്നില്ല. അപ്പൊ കുറച്ചുകൂടി ലൂസായ ഡ്രസ്സ് വാങ്ങണം എന്നുള്ള ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അപ്പൊ എന്താന്ന് വെച്ചാല് ഇവന് ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 3 ആഴ്ചയോ അല്ലെ 1 മാസത്തിനടുത്തൊക്കെ ആയിട്ടുള്ളൂ. ഞാൻ നോക്കുമ്പോൾ പെട്ടെന്നാണ് അവന്റെ ഒരു വയറ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഈ ജോന്റെ വയറ് അങ്ങോട്ട് ഒട്ടിയ പോലെ, ഒന്നും കഴിക്കാത്ത പോലെ. അപ്പൊ കാരണം എന്ത് കഴിച്ചാലും ഞാൻ കഴിച്ചു എന്ന് കാണിക്കാൻ പാകത്തിനുള്ള വയറാവണ്ടേ, അത് കാണിക്കും എന്റെ വയറ്റിൽ ഇത്ര സാധനങ്ങളുണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു വയറാ. അപ്പൊ ഞാൻ എന്നിട്ട് എന്താ വെച്ചാൽ ഇവനെന്താ പിന്നെ ഈ കഴിക്കുന്ന പോരെ, കാരണം വളരുവാണല്ലോ, അപ്പൊ ഇനിയും വേണമായിരിക്കും എന്നൊക്കെ ഓർത്തും ഞാൻ അവന് പിന്നെയും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവനൊരിതുണ്ട്, അവന്റെ വയറ് നിറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നോട് പറയും അമ്മ ജാന് മതി എന്ന് അവൻ പറയും. അപ്പൊ ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യല്ലോ. അപ്പൊ ഞാൻ അവൻ ചുമ്മാ പറഞ്ഞോണ്ടിരിക്കുന്നതായിരിക്കും മതി എന്നുള്ളതൊക്കെ എടുത്ത് ലെവലിൽ ഇട്ടു. പക്ഷെ ഇവൻ കഴിച്ചിട്ടും ഇത് പോരെ, കാരണം വെച്ചാൽ വയറങ്ങനെ ഒട്ടിയിരിക്കുന്നു, വയറേ ഇല്ല സംഭവം. ഉണ്ട് ചെറുതായിട്ടൊരു അങ്ങനെ ഇരിക്കുന്ന ഒരു വയറ്. പിന്നെ അപ്പൊ ഞാൻ ഇവന്റെ വയറിന് എന്ത് പറ്റി? കാരണം ഭക്ഷണം അവൻ കഴിക്കുന്നുണ്ട്, അവൻ ആക്റ്റീവാണ്, ആ കഴിച്ചുകൊണ്ടിരുന്ന അതേ അളവ് കഴിക്കുന്നുണ്ട്. കൂടുതൽ എക്സ്ട്രാ കൊടുത്താൽ കഴിക്കുന്നില്ലെന്ന് മാത്രമല്ല, എക്സ്ട്രാ കൊടുക്കുമ്പോൾ വോമിറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടുത്ത് എന്താ ഓവറായിന്നല്ലേ. പിന്നെയാണ് ഞാൻ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, എന്തുകൊണ്ടാണ് ഇവന്റെ വയറ് ഇങ്ങനെ പോയത് എന്നുള്ളത്. അപ്പൊ എങ്ങനെ പോയി ഞാൻ പറയാം കേട്ടോ. ഇത് നിങ്ങൾക്കൊക്കെ ഒരു ഫണ്ണായി തോന്നാം, പക്ഷെ ഇത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ വയറ് പൊണ്ണത്തടിയൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ജോനാണ് കുറച്ചും കൂടെ ഒന്ന് ഉരുണ്ടിരുന്നതായിരുന്നു. ഇപ്പൊ ആ ഉരുളിമയെല്ലാം പോയി. അപ്പൊ അതെങ്ങനെ മാറിയെന്ന് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഞാനും ഇച്ചാനും ഇവിടുന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഞങ്ങൾ എക്സസൈസ് ചെയ്യുന്ന കാര്യമൊക്കെ ഞാൻ വീഡിയോ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ ജോൻ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എപ്പോൾ എക്സസൈസ് ചെയ്താലും ഞങ്ങളുടെ കൂടുതൽ എക്സസൈസ് ചെയ്യാൻ വരും. ഇവനൊരു ഇഷ്ടമാണ്. പിന്നെ അതുമല്ല, ഞങ്ങൾ എന്ത് ചെയ്താലും ഇവനെ ഞങ്ങൾ കൂടത്തിൽ കൂട്ടാറുണ്ട്. ഇപ്പൊ നടക്കാൻ പോയാലും അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ബാഡ്മിന്റൺ കളിക്കുവാണെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുവാണെങ്കിലും അവനെ അടുത്തിരുത്തി അല്ലെങ്കിൽ അവനോടും കൂടത്തിൽ ചേർത്ത് ഒന്നിച്ച് ജോൻ നമുക്ക് കളിക്കാം എന്ന് നമുക്ക് ചെയ്യാം. അല്ലാണ്ട് ഞാൻ അപ്പയും അമ്മയും ചെയ്യട്ടെ അല്ലെങ്കിൽ അമ്മ പോയി ചെയ്യട്ടെ അങ്ങനെയല്ല, നമുക്ക് കളിക്കാം, നമുക്ക് ഒന്നിച്ച് കളിക്കാം എന്നുള്ള ലെവലിലാണ് അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ജോന്റെ വിചാരം ഈ അപ്പയും അമ്മയും ചെയ്യുന്നതെല്ലാം അവനും കൂടെ ചെയ്യേണ്ട കാര്യങ്ങളാണുള്ള ധാരണയിലാണെന്ന് തോന്നുന്നു അവനെ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ഈ എക്സസൈസ് ചെയ്യും. ഇച്ചായൻ പുഷപ്പ് റൂമിൽ ഇരുന്നുകൊണ്ട് പുഷപ്പ് ഒക്കെ ചെയ്യുന്ന ഇവൻ കണ്ടിട്ടുണ്ട്. ഇവൻ എന്താ ഇച്ചായൻ ചെയ്യുന്ന പോലെ തന്നെ സെയിം വെറുതെ ജോനും ജോനും ചേച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവനും ഇച്ചാന്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അന്നേരം പേര് ആസ്വദിച്ചു. നല്ല രസമല്ലേ പിള്ളേര് കിടന്നുകൊണ്ട് പുഷപ്പ് എടുക്കും. അവൻ കറക്റ്റായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. 2 വയസ്സുള്ള കൊച്ചാന്ന് നടക്കണം. അവൻ കറക്റ്റ് കൈ പൊക്കി പിടിച്ച് ഇച്ചാൽ നിൽക്കുന്ന പോലെ കറക്റ്റ് ബാലൻസ് നിൽക്കും. കുറെ നേരം അവൻ അങ്ങനെ പൊങ്ങി നിൽക്കും. കണ്ടോ അമ്മേ കണ്ടോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവൻ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ശരിക്കും ആസ്വദിച്ചു വിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ നമ്മൾ ഈ പൊങ്ങുന്നോ അല്ല എണീറ്റ് നിന്നിട്ട് കൈ താഴോട്ടാക്കുന്നതൊക്കെ കൈ മുട്ടിക്കുന്നതൊക്കെ ഇവനും ചെയ്യുന്നു. ഇവൻ എൻ്റെ കൂടെ ചെയ്യുന്നു. ഞാൻ ചെയ്യുമ്പോൾ ഇവൻ എൻ്റെ കൂടെ ചെയ്യും. ഇവൻ എൻ്റെ കൂടെ സൂംബ കളിക്കുമ്പോൾ ഞാൻ സ്റ്റെപ്പ് ഇടുമ്പം ഇവന് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് തുള്ളുക എന്നുള്ളതാണ്, കുറച്ചിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക എന്നുള്ളത്. അത് അവനെ കൊണ്ട് പറ്റും പോലെ അവൻ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ ഇവൻ ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ ചെയ്യുന്ന എക്സസൈസ് വയറ് പോകാനുള്ളതാണ് അല്ലേ. ഈ പുഷപ്പ് എന്ന് പറയുന്നത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വയറിന് സ്ട്രെസ് ചെല്ലുന്ന സംഭവമാണ്. ഇത് ചെയ്തത് കൊണ്ടാണ് ഇവന്റെ വയറങ്ങ് പോയത്. അപ്പൊ അതിന്റെ ഒരു ലോജിക്ക് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ പിള്ളേരുടെ ബോഡി, കുഞ്ഞുമക്കളുടെ ബോഡി എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ ആണ് അല്ലെ. നിങ്ങൾക്ക് തന്നെ അറിയാം. കാരണം വെച്ചാൽ ജനിച്ച പാടെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ ബോഡിയിൽ നമുക്ക് എന്താ പറയാ കാഴ്ചയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട്. അതിപ്പോ നെറ്റി പൊങ്ങിയിട്ടുള്ള പിള്ളേരാണെങ്കിൽ നമുക്ക് നെറ്റി തിരുമ്മി താത്താം. കുഞ്ഞുമക്കളുടെ എല്ലാം നമുക്ക് പ്രശ്നം മാറ്റാം. തലയ്ക്ക് ഷേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് അത് തിരുമ്മി തലയുടെ ഷേപ്പ് മാറ്റാം. ഇപ്പൊ കാല് വളഞ്ഞിരിക്കുന്നതാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കാല് തിരുമ്മി നമുക്ക് നേരെയാക്കാം. അങ്ങനെ ഇവരുടെ മൂക്ക് ചളങ്ങിയ മൂക്കാണെങ്കിൽ നമുക്ക് മസാജിങ്ങിലൂടെ മൂക്ക് റെഡിയാക്കാം, നല്ല ഭംഗിയുള്ള മൂക്കാക്കാം. അപ്പൊ ഈ പിള്ളേരുടെ ബോഡി ഉറയ്ക്കാത്ത ബോഡി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്ന് അതിനൊരു മാറ്റം വരും. അതുപോലെയാണ് ഇവരുടെ വയറും എന്ന് പറയുന്നത്. ഇവരുടെ ബോഡി ഫുൾ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ ചെയ്താൽ ഇവൻ വെറുതെ തമാശക്ക് വെറുതെ ഒന്ന് നിൽക്കുന്നു, എണീറ്റ് പോകുന്നു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ കൂടിപ്പോയ 1 മിനിറ്റ് അവൻ ഇതൊക്കെ ചെയ്തെങ്കിലേ ഉള്ളൂ. ഞങ്ങളുടെ കൂട്ടത്തില് ഒരു തമാശ അങ്ങനെ ചെയ്യുന്നതല്ല. ഞങ്ങൾ ആരും നിർബന്ധിച്ചില്ല, ജോൻ നീ വന്ന് ചെയ്യുക ഞങ്ങളൊപ്പം ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരും നിർബന്ധിച്ചിട്ടില്ല. അവൻ തന്നെ ജോനും ചെയ്യുവാന്ന് പറഞ്ഞുകൊണ്ട് വന്ന് ചെയ്യുന്നത് അത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോ ഇവരുടെ ബോഡി ഇളതല്ലേ. ഈ ഇളത് ബോഡിയിൽ ഇത് ചെയ്യുമ്പം പെട്ടെന്ന് അതങ്ങ് ഫലിച്ചു. നമ്മുടെ മൂത്ത ഉറച്ച ശരീരമല്ലേ. ഈ പിള്ളേരെ സംബന്ധിച്ച് അത് നന്നായിട്ട് അങ്ങ് ഫലിച്ചു, വേഗം അങ്ങ് ഏറ്റു. അതുകൊണ്ടാണ് ഇവന്റെ വയറ്
പോയത്, മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. അപ്പൊ ശരിക്കും എനിക്ക് പിന്നെ മനസ്സിലായി, കാരണം ഇവൻ ഡെയിലി എൻ്റെ കൂടെ ചെയ്യുമ്പോൾ പിന്നെ ഞാനപ്പം എനിക്കും ഒരു സന്തോഷം. കാരണം വെച്ചാൽ പിള്ളേരെ നമ്മൾ പിള്ളേരെ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, പിള്ളേർക്ക് നല്ല വണ്ണമാണെന്നും പറഞ്ഞുകൊണ്ട് അധികം ഭക്ഷണമൊന്നും കൊടുക്കാതിരിക്കുന്നത്. അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. ഇവർ ശരിക്കും നന്നായി കളിക്കാൻ തുടങ്ങുമ്പോൾ വെറുതെ നമ്മൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ വെറുതെ തമാശക്ക് നിങ്ങൾ വഴക്ക് പറഞ്ഞോ നിർബന്ധിച്ചോ ഒന്നും കുഞ്ഞിനെ നമ്മുടെ ഈ കൂട്ടത്തിലൊന്നും ചെയ്യിപ്പിക്കരുത് കേട്ടോ. അത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ കുഞ്ഞെ നമ്മുടെ കൂട്ടത്തിൽ അത് അപ്പയമ്മ അമ്മ ചെയ്യാൻ പോകും, കുഞ്ഞു നമുക്ക് ഒന്നിച്ച് കളിക്കാലോ, നമ്മുടെ കൂട്ടത്തിൽ കളിക്കാലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചുമ്മാ വിളിച്ചിട്ട് ഇവരെ വെറുതെ ഇവർ തുള്ളുവോ നമ്മുടെ കൂടെ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മുടെ ഒപ്പം ഇവരെ അങ്ങ് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഇവർ തന്നെ അത് നമ്മുടെ കൂട്ടത്തിൽ ചെയ്യും. ഞാൻ പറഞ്ഞേ അവന് കൂടി പോയ എല്ലാം കൂടി ഒരു മിനിറ്റ് ചെയ്തെങ്കിലേ ഉള്ളൂ, അപ്പത്തേക്ക് അവന്റെ വയറ് പോയി. കാരണം എന്താ, അവന്റെ ബോഡി ഇളതാണ്, ഫ്ലെക്സിബിൾ ആണ് കുഞ്ഞുങ്ങളുടെ ബോഡി എന്ന് പറയുന്നത്. അടുത്ത കാര്യം ഒരു ടോയ് ആണ്. നിങ്ങൾ കണ്ടു നോക്ക്. ഈ ടോയ് നിങ്ങൾ കണ്ടല്ലോ, അതെങ്ങനെയാണ് ചെയ്യുന്നത്? അവൻ ഇങ്ങനെ അതേലിരുന്ന് ജമ്പ് ചെയ്യുവാണ്. ചാടുക എന്ന് വെച്ചാൽ അതേൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ്, ഫുൾ ബോഡി അവിടെ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ ഈ ഫുൾ ബോഡി ഇളകുന്നതിന്റെ ഭാഗമായിട്ട് ഇവരുടെ ബോഡി ഒന്ന് ക്ഷീണിക്കും, ഒന്ന് മെലിയും എന്നോർത്തോണ്ട് ഇവര് വെയിറ്റ് ലോസ് അല്ല സംഭവിക്കുന്നത്. ഇവരുടെ ആ ഒരു എന്തെങ്കിലും എക്സ്ട്രാ ഫാറ്റ് ആയിട്ട് പൊണ്ണത്തടി പോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതങ്ങ് പോയിക്കിടും. കാരണം ജോൻ കുറച്ചും കൂടെ ഉരുണ്ടായിരുന്നു ഇരുന്നിരുന്നത്, ഭക്ഷണത്തിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവന് ഈ ഒരു ടോയ് ഞങ്ങൾ ഇവിടെ വാങ്ങി കൊടുത്തതിന് ശേഷം ഉള്ളത് പറഞ്ഞ ഈ ടോയ് ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ജമ്പ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. ജസ്റ്റ് അവന് ഇരിക്കാൻ ഒരു സംഭവം എന്ന് ഓർത്തുകൊണ്ട് വാങ്ങിയതാണ്. അപ്പം നമ്മളിവിടെ ഒരു കൊച്ചാണ് പറഞ്ഞത് ഇതിങ്ങനെ കയറി ഇരുന്ന് ചാടാനുള്ള സാധനമാണെന്നുള്ളത് പറഞ്ഞു തന്നു. അപ്പൊ ഇത് അവൻ അറിഞ്ഞതിന് ശേഷം അവന് ഡെയിലി എന്ന് പറയുന്നത് ഇതായിരുന്നു, ഈ ചാടി 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 ചാടി. അപ്പൊ എന്താ ഫുൾ ഇളകുമല്ലേ, ബോഡി ഫുൾ ഇളകും, വയറിളകുന്നു, കാലിളകുന്നു, ബോഡി ഇളകുന്നു. അങ്ങനെ അവന്റെ ബോഡിയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഉരുളിമേ മാറി കിട്ടി ആ ഒരു ഇതായി. അപ്പം എന്താ ചെയ്യുന്നത് വെച്ചാല് നല്ല പൊണ്ണത്തടിയുള്ള കുഞ്ഞുങ്ങൾ, എനിക്ക് ഈ ടോയിന്റെ പേരറിയത്തില്ല, അത് പറയാലോ. എനിക്ക് ഈ നമ്മളിങ്ങനെ എടുത്ത് ഇരിക്കുമ്പോൾ ചാടുന്ന ടോയ് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞാൽ മതി, എനിക്ക് അല്ലാണ്ട് ഇതിന്റെ പേരെനിക്ക് അറിയത്തില്ല. അപ്പൊ ഇതിൽ എയർ നിറയ്ക്കുന്ന കേട്ടോ, അതിനുള്ളിൽ എയർ ആണ്. അപ്പൊ അങ്ങനെ ഒരു ടോയ് നിങ്ങൾ വാങ്ങിക്കൊടുക്കുക പിള്ളേർ അതിൽ. അപ്പൊ അവർക്കൊരു എക്സസൈസ് ആണ് അത് നിങ്ങൾ മനസ്സിലാക്കിയോ, ഒരു എക്സസൈസ് ആണ്. അപ്പൊ അവരുടെ ബോഡി ഫുൾ ഇളകും. അങ്ങനെ പൊണ്ണത്തടി ഉണ്ട് എന്ന് വിഷമിക്കുന്ന ആ പാരന്റ്സിന് വേണ്ടിയിട്ടാട്ടോ ഞാൻ പറയുന്നത്. പിന്നെ കുഞ്ഞുങ്ങളുടെ വയറിന്റെ കാര്യത്തിലും ഈ ഒരു സംഭവത്തിൽ കുഞ്ഞുങ്ങളെ ചെയ്യിപ്പിച്ചാൽ അവരുടെ വയറ് നന്നായിട്ട് കുറയും. കാരണം ഫുൾ ഇളകുവാണ് അവര്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാടിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഇളകി ആ വയറ് പൊക്കോളും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ എക്സസൈസ് നമ്മൾ ചെയ്യുന്ന എക്സസൈസിന് വരാം നമ്മുടെ കൂടുതൽ അവരെ ഇങ്ങനെ തമാശയായിട്ട് നമ്മുടെ കൂടുതൽ നമുക്ക് ഒന്നിച്ച് ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ചുമ്മാ വെറുതെ കളിക്കും. ഞങ്ങൾ ആരും ജോനെ നീ ചെയ്തേ പറ്റൂ, അല്ല ജോന്റെ വയറ് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം ഡ്രസ്സ് ഇടാൻ ഒരു വയറങ്ങ് തള്ളി നിൽക്കുന്ന ബുദ്ധിമുട്ട്, അല്ലാണ്ട് എനിക്ക് അതിലൊരു സങ്കടമേ ഇല്ലായിരുന്നു. കാരണം എനിക്കത് ഇഷ്ടമായിരുന്നു, കുഞ്ഞു വയറൊക്കെ ഉള്ളതും എന്താ പറയാ കുറച്ചു പോലത്തെ വണ്ണമൊക്കെ ഉള്ള എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷെ അവൻ ഞങ്ങളുടെ കൂടുതൽ ഇത് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തായി, അവന്റെ വയറെല്ലാം പോയി. ഇപ്പം ആദ്യം ഉണ്ടായിരുന്നതിന്റെ പകുതി വയറേ അവനുള്ളൂ. ഓക്കെ, അപ്പൊ എനിക്ക് നിങ്ങളെല്ലാം പറയണം, നിങ്ങൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യുമ്പം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കുഞ്ഞിനെ കൂട്ടുക. ഇവർ എക്സസൈസ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ടൊന്നുമല്ല, നല്ല രസമാണ് കാണാൻ. നിങ്ങൾ അവരെ ചുമ്മാ ഒന്ന് കാണിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്യുക. അപ്പൊ നമ്മളും ചെയ്യണം, എന്നാലേ അവർ കൂടെ ചെയ്യുള്ളൂ. അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വയറ് പെട്ടെന്ന് മാറും. കാരണം ഇവരുടെ ശരീരം ഇളതായതുകൊണ്ട് വേഗം മാറും. ഞാനാണ് ഉറപ്പ് പറയുന്നത്, നിങ്ങൾ ചെയ്തു നോക്കിക്കോ. ഇനി എൻ്റെ മോന് നല്ല വയറുണ്ട്, ഇങ്ങനെ നല്ല പൊണ്ണത്തടിയാണെന്ന് വിഷമിക്കുന്ന ആരും ഒരു മാതാപിതാക്കളും വിഷമിക്കേണ്ട, അതൊക്കെ വേഗം പോകും. ഇനിയിപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്നും ചെയ്തില്ലെങ്കിൽ തന്നെ കുഞ്ഞുങ്ങളുടെ വളർച്ചയുടെ അവർ സ്കൂളിൽ തുടങ്ങുമ്പോൾ തന്നെ അവർ സ്കൂളിലൊക്കെ പോകാനാകുമ്പോൾ തൊട്ട് അവരുടെ ഓട്ടലും ചാടവും ബോളുകളും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും അല്ലാണ്ട് തന്നെ പൊയ്ക്കോളും. നിങ്ങൾ ആരും ടെൻഷൻ ആവണ്ട. കുഞ്ഞുങ്ങളെ നന്നായി ഭക്ഷണം കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന ഓവറായിട്ട് കഴിപ്പിക്കാതെ അവരുടെ ശരീരത്തിനനുസരിച്ചുള്ള ഭക്ഷണം കൊടുത്ത് അവരെ ഹെൽത്തി ആക്കി വെക്കുക. ഓക്കെ, അപ്പം ഇങ്ങനെ വിഷമിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും ഒരു ഇത് ഉപകാരമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ചാച്ചാ, ബൈ ബൈ.